നോമ്പ് ചിന്തകൾ 6-ാം ഞായർ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ സഹനത്തിലൂടെയുള്ള മഹത്വത്തിൻ്റെ പ്രാധാന്യം ഈശോ പഠിപ്പിക്കുന്നു. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ഈശോ തൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം നടത്തുകയാണ്. ഇത് കേൾക്കുന്ന ശിഷ്യപ്രമുഖനായ പത്രോസ് കുരിശിനെയും കുരിശിൻ്റെ വഴിയെയും തള്ളിപ്പറയുകയാണ്. കുരിശ് സ്വീകരിക്കാത്തവൻ അതാരായാലും ഈശോയെ അനുധാവനം ചെയ്യാൻ യോഗ്യനല്ല എന്ന് അവിടുന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈശോ പത്രോസിനെ നിശ്ചിതമായി വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത്. തുടർന്ന് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ ഈശോ അവരെ പഠിപ്പിക്കുന്നു. ഈശോയെ അനുഗമിക്കുന്നവൻ ആത്മത്യാഗം ചെയ്യണമെന്നും കുരിശു വഹിക്കാൻ സന്നദ്ധനാകണമെന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ളവൻ നിത്യജീവൻ സ്വന്തമാക്കുമെന്നും അവിടുന്ന് പറയുന്നു. അഹങ്കാരവും സ്വാർത്ഥതയും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതശൈലി നാം സ്വന്തമാക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതമാണ് പുതുതലമുറയ്ക്ക് ദിശാബോധം നൽകുന്നത്. ഈ നോമ്പുകാലത്ത് നമുക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കൂടിയായ സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അതുവഴിയായി നിത്യജീവൻ്റെയും പാതകൾ കൂടുതലായി സ്വീകരിക്കാൻ ശ്രദ്ധിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.